Hello. Welcome to Market Discussion of the Day. Today, 14th of July 2025. മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിൽ നിങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇന്നലെ ഒക്കെ ഗോൾഡിലെ ഒരു മൂവ്മെൻറ്റ്, വലിയൊരു മൂവ്മെൻറ്റ്, മാർക്കറ്റ് ഓപ്പണിങ്ങിന് തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ തന്നെ US ഇന്ന് ഒരു വലിയൊരു അനൗൺസ്മെൻറ്റ്, താരിഫ് പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മെക്സിക്കോയ്ക്കെതിരെയും അതേപോലെ യൂറോപ്യൻ യൂണിയനെതിരെയും ഉള്ള താരിഫ് പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് മാർക്കറ്റിൽ ആക്ച്വലി രാവിലെ കണ്ടത്. ഓക്കെ, സോ അത് വലിയൊരു മൂവ്മെൻ്റാണ്, വലിയൊരു 3354 55 ക്ലോസ് ചെയ്ത മാർക്കറ്റ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത 3363 ഓക്കെ, സോ അതിൻ്റെ റീസൺ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇടാം. Tonight, President Trump threatening to impose 30% tariffs on the European Union and Mexico. In a letter to the President of the European Commission, President Trump writing, "We have concluded that we must move away from these long-term, large and persistent trade deficits." The European Commission President responded, saying they could retaliate with more tariffs. President Trump also writing a letter to Mexico's president, saying Mexico still has not stopped the cartels. Mexican officials pushing back, saying these new tariffs are unfair treatment. Consumers and businesses should be concerned because there is no time to bring products in early to offset the incoming tariffs. Everything is going to cost more over time. As the president deals with international tension, there's also fighting within his administration. Two sources tell NBC News that Deputy FBI Director Dan Bongino is considering leaving his job after Attorney General Pam Bondi, the DOJ and FBI issued an unsigned memo this week that said there's no additional evidence to reveal in the case of convicted sex offender Jeffrey Epstein. The memo has enraged. സോ ഇതാണ് സംഭവം. 30% താരിഫാണ് മെക്സിക്കോയ്ക്കും യൂറോപ്യൻ യൂണിയനും കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അത് എങ്ങനെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും? ഇന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ടതാണല്ലേ, മാർക്കറ്റ് വലിയ രീതിയിൽ ഉള്ളൊരു ഒരു എന്താ പറയുക, ഒരു അപ് ട്രെൻഡൊക്കെ ഗോൾഡിൽ നമ്മൾ കണ്ടതാണ്. സോ ഇതുകൊണ്ടിട്ട് തന്നെ ഇന്നത്തെ ദിവസം ഗോൾഡിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമുക്കൊരു എന്താ പറയുക, ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഗോൾഡിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെ നടക്കുമോ ഇല്ലയോ, ഇതാണ് രണ്ടാമത്തെ ചോദ്യം. പണ്ട് മുതലേ പുള്ളി പല കാര്യങ്ങളും എന്താ പറയുക, ഇതേപോലെ താരിഫിൻ്റെ കാര്യം പറഞ്ഞ് ത്രെട്ടൺ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിൽ അതിനകത്തൊരു അയവ് വരുത്തുമായിരുന്നു അല്ലേ. സോ അത് ത്രെട്ടണിങ് ആണോ അതോ ഇനി യഥാർത്ഥത്തിൽ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം. ഓഗസ്റ്റ് 1 ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരാനായിട്ടും പോകുന്നത്, അതിനകത്തൊരു തീരുമാനം ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇത് ജൂലൈ 9 കൊണ്ടുവരാനിരുന്നതാണ്. പിന്നീട് ഓഗസ്റ്റ് 1 തൊട്ട് എന്തുകൊണ്ട് മാറ്റി എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയില്ല. ഓക്കെ, പുള്ളിക്കാരൻ തോന്നുന്ന സമയത്ത് പുള്ളിക്കാരൻ തോന്നുന്ന കാര്യങ്ങൾ പറയും എന്നുള്ളതാണോ അതോ ഇനി യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 1 ഇത് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടു തന്നെ അറിയണം അല്ലേ. സോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, മെക്സിക്കോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2/3% ഓഫ് അവരുടെ പച്ചക്കറികളും വരുന്നത്, US-ൻ്റെ പച്ചക്കറികളും വരുന്നത് മെക്സിക്കോയിൽ നിന്നാണ്. ഓക്കെ, സോ ആ ഒരു വരുന്ന സമയത്ത് അത് ഈ പർട്ടിക്കുലർ സാധനങ്ങൾ വരുന്ന സമയത്ത് അതിന് ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് 30% താരിഫ് എന്ന് പറയുമ്പോൾ ആ താരിഫ് എക്സ്ട്രാ കൊടുക്കേണ്ടത് ആരാണ്? US-ലുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ അത്രയും പൈസ കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 100 രൂപയുടെ ഒരു സാധനം 130 രൂപയ്ക്ക് മേടിക്കണം എന്ന് പറയുന്നതും, പച്ചക്കറികൾ പോലത്തുള്ള സാധനങ്ങൾ മേടിക്കണം എന്ന് പറയുന്നത് ഭയങ്കര US-ലുള്ള ആൾക്കാർക്ക് അത് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇത് ഒറിജിനലി ഈ ഒരു സംഭവം വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ വെറുതെ ബുള്ളിങ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ പറയുന്ന കാര്യമാണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ,
സോ ഇതെല്ലാം നമുക്ക് ഓഗസ്റ്റ് 1 അറിയാൻ പറ്റും. അതുവരെ മാർക്കറ്റ് അൺസർട്ടൺ തന്നെയായിരിക്കും, ഗോൾഡ് അപ് ട്രെൻഡ് തന്നെയായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ അതേപോലെ യൂറോപ്യൻ യൂണിയന് 30% കൊടുത്താൽ യൂറോപ്പ് ഏകദേശം ഒരു ഒന്നാമതേ യൂറോപ്പിൽ മൊത്തം പ്രശ്നങ്ങൾ, യൂറോപ്യൻ യൂണിയൻ്റെ അകത്ത് തന്നെ പല പല ചേരിതിരിവുകളും പല പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ വലിയ ഒരു 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 എന്താ പറയുക, വലിയൊരു അൺസർട്ടനിറ്റിയിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു താരിഫ് ഇംപ്ലിമെൻറ്റേഷൻ വന്നാൽ യൂറോപ്പിൽ വലിയൊരു പ്രശ്നത്തിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. ഓക്കെ, സോ ബേസിക്കലി അതിനുശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു US പ്രസിഡന്റ് ചെയ്യുന്നത് എന്താ പറയുക, നോൺസെൻസ് ആണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്ങിനും, സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മാർക്കറ്റ് ഓപ്പൺ ആയത് ഓൾമോസ്റ്റ് ഒരു ജമ്പ് അപ്പിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത്. അതിനുശേഷം നമ്മുടെ യൂറോപ്പ് ഓപ്പണായ സമയത്ത്, ഇതാണ് യൂറോപ്പ് ഓപ്പണിംഗ് ക്യാൻഡിൽ. യൂറോപ്പ് ഓപ്പണിംഗ് ക്യാൻഡിൽ 3357 നിന്ന് നേരെ ഒരു 10-12 1 അവർ ക്യാൻഡിൽ തന്നെ ഓൾമോസ്റ്റ് $11 സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു മാർക്കറ്റ് എന്താ പറയുക, ഈ ഓരോ മാർക്കറ്റ് ഓപ്പണിങ്സിനും വലിയ വലിയ ക്യാൻഡിൽസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡ് ഇന്നത്തെ ദിവസം മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്ററായിട്ടും നമുക്ക് സേഫായിട്ടിരിക്കാനും പറ്റുന്ന കാര്യം. മാർക്കറ്റ് എവിടെ ഓടിപ്പോവില്ല, 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടിട്ട് തൽക്കാലത്തേക്ക് മാറി നിന്ന് ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് കറൻസീസിൽ കിടക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഗോൾഡ് തൊടുന്നത്, അല്ലേ? സോ മാർക്കറ്റ് ഡിസ്കഷൻ, ഐ മീൻ നമ്മളുടെ നമ്മളുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ടും ടെക്നിക്കൽ സൈഡിലോട്ടും നമ്മൾ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന 4 ദിവസം നീണ്ടു നിൽക്കുന്ന ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്, രാത്രി 7:30 മണിക്കും 10:30 മണിക്കും ഇന്ത്യൻ ടൈമിലാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ഇന്ന് മൺഡേ ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് പോകുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽസും ഇല്ല എന്നും പറഞ്ഞ് നമ്മളിന്ന് ട്രേഡ് ചെയ്യണം എന്നല്ല, ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം ഇതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിലുണ്ടാവും എന്നതുകൊണ്ടിട്ട്. ഓക്കെ, മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു ബൈ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബൈ എടുക്കരുത്. നമുക്കൊന്നും അറിയില്ല, ചിലപ്പം ഒന്നുകൂടെ റീട്രേസ് ചെയ്ത് താഴെ പോയിട്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 30 വരെയെങ്കിലും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 3330 വരെയെങ്കിലും ഗോൾഡ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നാളെ നമുക്ക് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. CPI വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് നാളെ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് മാറി നിന്നേ പറ്റത്തുള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ച നമുക്ക് ന്യൂസുകളൊന്നും ഇല്ലായിരുന്നു, കലണ്ടർ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂസുകൾ പോലും ഇല്ലായിരുന്നു. അതിൻ്റെ മുന്നത്തെ ഫ്രൈഡേ ആണ് നമുക്ക് ആക്ച്വലി നമ്മളുടെ നോൺ ഫാം പേറോൾ എന്ന് പറയുന്ന ന്യൂസ് വന്നത്. ഓക്കെ, ഈ നോൺ ഫാം പേറോൾ ന്യൂസ് വന്നിട്ട് ഉള്ള ഫസ്റ്റ് മേജർ ഈവൻ്റ് ആണ് CPI എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നാളെ ഭയങ്കരമായ വോളറ്റാലിറ്റി ഉച്ചയ്ക്ക് 1:30 മണി UK ടൈമിംഗ്, ഉച്ചയ്ക്ക് 1:30 മണി ഇന്ത്യൻ ടൈമിംഗ്, എനിക്ക് തോന്നുന്നത് 6 മണിയായിരിക്കും. സോ 6 മണിക്ക് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം US മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് UK ടൈമിംഗ് 2 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് കൊണ്ട് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സമയത്ത് ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കാം. ഓക്കെ, ബുധനാഴ്ച നമുക്ക് PPIയുടെ ന്യൂസ് ഉണ്ട്. അതും ചെറിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കും എന്നല്ലാതെ വലിയൊരു വോളറ്റാലിറ്റി ഒന്നും ഉണ്ടാക്കത്തില്ല. അതേപോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും വലിയ രീതിയിലുള്ളൊരു ചേഞ്ചസ് നാളെ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നേരെ നമ്മൾ മറ്റന്നാൾ തേഴ്സ്ഡേ നമ്മൾ നോക്കുമ്പോൾ തേഴ്സ്ഡേ നമുക്ക് മാറി നിൽക്കേണ്ട ദിവസമാണ്. തേഴ്സ്ഡേ നമുക്ക് CPI ഉണ്ട്, യൂറോ സോണിൽ നിന്ന് CPI ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ രാവിലെ 7 മണിക്ക് UK ഇന്ന് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉണ്ട്. UK ടൈമിംഗ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ക്ലെമൻ കൗണ്ട് ചേഞ്ച് ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളാണ് കേട്ടോ. മഞ്ഞയിലാണ് കാണിച്ചിട്ടുള്ളതെങ്കിലും ക്ലെമൻ കൗണ്ട് ചേഞ്ചും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് GBPയിൽ നിന്ന് വരാനായിട്ടുള്ളത്. ആ ഒരു സമയത്ത് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ട്രേഡിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ 1:30 മണിക്ക് നമുക്ക് റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. അത് എല്ലാ കൗണ്ടറിനെയും ബാധിക്കും.
അതും ഞാൻ അന്നത്തെ ദിവസം മൊത്തത്തിൽ മാറി നിൽക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. US മാർക്കറ്റിന് മുന്നേ ആയിട്ട് മാറി നിന്നാൽ മതിയാവും നമ്മളുടെ വ്യാഴാഴ്ച. ഓക്കെ, അതേപോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും 1:30 മണിക്ക് ഉണ്ടാവും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് പോകണം. ഐ മീൻ റീറ്റെയിൽ സെയിൽസും ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഉറപ്പായിട്ടും മാർക്കറ്റിനെ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും. ഫ്രൈഡേ നമുക്ക് ഫുള്ളായിട്ട് ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. സോ നമുക്ക് ഈ ആഴ്ചത്തുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ള ദിവസങ്ങൾ ബുധനാഴ്ച, വെള്ളിയാഴ്ച നമുക്ക് ഒരു പേടിയും കൂടാതെ ട്രേഡ് ചെയ്യാം. വ്യാഴാഴ്ച നമുക്ക് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിന്നാൽ മതിയാകും എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വേണം ഈ ആഴ്ച നമ്മൾ ട്രേഡുകൾ നോക്കിക്കാണാനും ട്രേഡുകൾ എടുത്തു പോകാനും എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ JPY പ്രോപ്പർലി ഒരു വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടിരിക്കാൻ വരാൻ പോവുകയാണ്. 147.34 നിൽക്കുന്നു. 148 നമ്മുടെ സപ്പോർട്ട്. കുറേ കാലമായിട്ട് 148, 142 ഈ റേഞ്ചിലാണ് മാർക്കറ്റ് അല്ലേ. സോ ഈ റേഞ്ചിൽ മാർക്കറ്റ് ആയതുകൊണ്ടിട്ട് തന്നെ 148 അവിടെ നിന്ന് ഒരു പ്രോപ്പർ സെൽ ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. 148.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ 148 സെല്ല് എടുക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ 148 എന്നുള്ള സെല്ലാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഈ എന്താ പറയുക, 148 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ അവിടെ നിന്ന് വീണ്ടും ഒരു സെല്ല് എടുക്കാനായിട്ട് നിൽക്കരുത്. പല ആൾക്കാരും ട്രേഡിങ്ങിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, ഒരു പൊസിഷൻ നമുക്ക് എന്താ പറയുക, ഒരു പൊസിഷൻ സപ്പോസ് നമ്മൾ 148 സെല്ലെടുത്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി 148.60 എന്ന് വരെ എത്തി, അല്ലെങ്കിൽ 149 എത്തി. അപ്പം നോർമലി ആൾക്കാർ ചിന്തിക്കുന്നു എന്നാൽ പിന്നെ നമുക്ക് നല്ലൊരു ബെറ്റർ പൊസിഷൻ കിട്ടിയതല്ലേ, അവിടുന്ന് ആവറേജ് ചെയ്യാൻ നോക്കും. അങ്ങനൊരു മിസ്റ്റേക്ക് ചെയ്യരുത്. 148 എടുത്തിട്ട് 148.60 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്കൊരു റോങ് എൻട്രിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ റോങ് എൻട്രിയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ അതിനകത്തോട്ട് വീണ്ടും അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഞാനും കുറേ കാലത്തിന് ശേഷമാണ് പഠിച്ചത്. പക്ഷെ അതാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കുറേ നേരം അനങ്ങാതിരിക്കുമ്പം ഇവിടുത്തെ ലൈറ്റ് പോകും. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. JPY 148 മുകളിൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ 154 വരെയാണ് അടുത്ത റേഞ്ച്. 148 to 154 ആയിരിക്കും അടുത്ത JPYയുടെ റേഞ്ചും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് JPYയിൽ എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.16844 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. വെള്ളിയാഴ്ച വലിയൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് കാണിച്ചു. 10 ജൂലൈയിൽ 1.174 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് വ്യാഴാഴ്ച താഴെ പോയി ഇപ്പോൾ 1.16828 എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഇപ്പം നമ്മളുടെ യൂറോ നിൽക്കുന്നു. ഓക്കെ, സോ യൂറോ ഇനി എന്നാണെന്നുള്ള എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോയിൽ നമുക്ക് ഇനി ഒരു സെല്ല് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ഓക്കെ, മാർക്കറ്റ് എങ്ങാനും റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 1.1800 അവിടെ കിട്ടിയാൽ അവിടെ നിന്ന് ഒരു സെല്ല് എടുക്കാം എന്നല്ലാതെ വേറൊരു സെല്ല് ഓപ്പർച്യൂണിറ്റിയും എനിക്ക് എടുത്ത് പറയാനായിട്ടില്ല. ഉറപ്പായിട്ടും 1.1740 അവിടെ റെസിസ്റ്റ് ചെയ്യും മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റ് മുകളിലോട്ട് പോവാതിരിക്കുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടാവും. അവിടുന്ന് വേണമെങ്കിലും ഒരു സെല്ല് എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ 1.1500 അവിടെ നിന്നുള്ളൊരു ബൈ, അതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ 1.1500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടതുമാണ്. ഓക്കെ, GBPയും സെയിം കാര്യം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 1.3500 മുകളിലായിട്ട് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ആ ബൈ ഓപ്പർച്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് വെച്ചത് 1.13440 എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, മാർക്കറ്റ് തിരിച്ചു പോകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അപ്പോൾ ഇന്നും കൂടെ മാർക്കറ്റ് 1.1350 എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയില്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുത്ത് കളയുക. നാളെ ചെറിയ ലോസിന് ആ ഒരു ഓപ്പർച്യൂണിറ്റി
വേണ്ട എന്ന് വെക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. ഞാൻ അങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്യും 1.1350 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. കാരണം കഴിഞ്ഞ വീക്ക് ക്ലോസ് ആയത് 1.3500 താഴെയായിട്ടാണ്. ഓക്കെ, പിന്നീട് ലോങ്ങർ ടേമിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടാതെ തന്നെ ചെറിയ ലോട്ട് എടുത്ത്, ഇപ്പോൾ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 0.3 ലോട്ട് എടുത്ത് 1.3500 ഹോൾഡ് ചെയ്യാവുന്നതാണ്. കാരണം മാർക്കറ്റ് 1.3300 അവിടെ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയും അത് ഒരു ലോങ്ങർ ടേമിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനും ഉള്ള പോസിബിലിറ്റിയാണ് GBP നമുക്ക് തരുന്നത്. ഓക്കെ, ലോങ്ങർ ടേമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 6 to 1 ഇയർ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ അത് ഓൾമോസ്റ്റ് ഒരു 2000 പിപ്സ് വരെ മുകളിലോട്ട് പോകാനായിട്ടുള്ള 2000 പിപ്സ് വരെ മുകളിലോട്ട് പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ് ഉള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു 1500 പിപ്സ് എങ്കിലും മുകളിലോട്ട് പോകും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് GBPയിൽ എടുത്ത് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം എനിക്ക് നോ കമൻസ്. ഗോൾഡിൽ ഇന്നൊന്നും ചെയ്യാതിരിക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. 3370 പലവട്ടം മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്തു. പക്ഷേ പല മാർക്കറ്റ് ഓപ്പണിങ്സിനും ക്ലോസിങ്ങിനും ഈ ഒരു ടെക്നിക്കാലിറ്റീസ് ഒന്നും വർക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്യാം. ഇന്ന് മാർക്കറ്റ് ഓടിക്കോട്ടെ. മാർക്കറ്റിനെ നമ്മൾ പിടിക്കാനായിട്ട് നിൽക്കേണ്ട. പറക്കുന്ന പക്ഷിയാണിന്ന്. നാളെ CPI ഡേ ആണ്, അതും പറക്കുന്ന പക്ഷിയായിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഒന്നുകൂടെ മുകളിലോട്ട് പോവുകയോ താഴോട്ട് വരികയോ ചെയ്ത് 3330 റേഞ്ചിലൊക്കെ കിട്ടിയാൽ അവിടുന്ന് ബൈ എടുക്കുന്നതല്ലേ നമുക്ക് നല്ലത്, അല്ലേ? സോ എനിക്ക് പറയാനായിട്ടുള്ളത് അത് തന്നെയാണ്. ആ 3330 ഓപ്പർച്യൂണിറ്റി നമ്മൾ കളയാതിരിക്കുക. അവിടെ നിന്നുള്ള ബൈ ഓപ്പർച്യൂണിറ്റി എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവിടുന്ന് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഒന്നും എനിക്ക് പറയാനായിട്ടില്ല. 3360 മുകളിൽ അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയാൽ ബൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓക്കെ, മാർക്കറ്റ് ഇന്ന് 3400 എത്തുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മാർക്കറ്റ് ഇന്ന് 3330 എത്തുമെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. 3400 അവിടെ സെല്ല് എടുക്കണമെന്ന് ചോദിച്ചാലും എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, പക്ഷേ എനിക്കറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ റേഞ്ച് എന്ന് പറയുന്നത് 3280 to 3420 ഈ ആഴ്ചത്തെ ഗോൾഡിൻ്റെ റേഞ്ച്. ഓക്കെ, ഇന്ന് റേഞ്ച് ഒന്നും എനിക്കറിയില്ല എന്നുള്ളൊരു കാര്യവും കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മളുടെ ക്ലാസ്സിന്, അതായത് നമ്മുടെ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്കൊക്കെ എൻ്റെ നമ്പർ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക പറ്റുവാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.